ദൈവജനമായിരിക്കുന്ന നമുക്ക് ദൈവത്തിൻ്റെ വചനമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായിരിക്കുന്നത്. ബൈബിൾ പരിചയമുള്ള നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ സ്വന്തം ജനം എന്ന് ദൈവം വിളിക്കുന്ന ഒരു കൂട്ടരാണ് ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ യഹൂദന്മാരെന്ന് പറയുന്നത്. ഐസയ്യയുടെ 46 അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ അവസാനം ആദിയിൽ തന്നെ അറിയാവുന്ന നമ്മുടെ ദൈവത്തെക്കുറിച്ചുള്ള ഒരു പ്രസ്താവനയാണ് നാം അവിടെ കേൾക്കുന്നത്. പണ്ടേ ഉള്ള പൂർവ്വകാര്യങ്ങൾ ഓർത്തുകൊള്ളുവിൻ, ഞാനല്ലാതെ വേറൊരു ദൈവമില്ല, ഞാൻ തന്നെ ദൈവം, എന്നെപ്പോലെ ഒരുത്തനും ഇല്ല. ആരംഭത്തിൽ തന്നെ അവസാനവും പൂർവ്വകാലത്ത് തന്നെ മേലാൽ സംഭവിക്കാൻ ഉള്ളതും ഞാൻ പ്രസ്താവിക്കുന്നു. എൻ്റെ ആലോചന നിവർത്തിയാകും, ഞാൻ എൻ്റെ താൽപ്പര്യമൊക്കെയും അനുഷ്ഠിക്കും എന്ന് ഞാൻ പറയുന്നു. ഇസ്രായേലിനെ കുറിച്ചുള്ള ദൈവീക പദ്ധതികൾ വളരെ വ്യക്തതയോടുകൂടിയാണ് പ്രവചനങ്ങളായി ദൈവത്തിൻ്റെ വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവരുടെ ഭാവി എന്തായിത്തീരും എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരാശങ്ക എല്ലാവരുടെയും ഹൃദയത്തിൻ്റെ അകത്ത് ഉണ്ട് എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുകയാണ് ദൈവം അവരെ സൂക്ഷിക്കും, സംരക്ഷിക്കും, രക്ഷിക്കും എന്നുള്ളതായിട്ടുള്ള വാഗ്ദത്തങ്ങൾ. ഇസ്രായേലിൻ്റെ ചുറ്റുമുണ്ടായിരിക്കുന്ന ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ നാം ആഴത്തിൽ വീണ്ടും ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യേണ്ട സമയത്തിൽ നാം വീണ്ടും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഒരു വിഷയം പ്രത്യേകിച്ച് ദൈവസഭയോടുള്ള ബന്ധത്തിൽ ഒരു കൺഫ്യൂഷനായിട്ട് കിടക്കുന്ന ഒരു കാര്യമാണ്. ദൈവം ഇപ്പോൾ സഭയെ പുതിയ ഇസ്രായേലായി കാണുന്നുണ്ടോ എന്ന്. റീപ്ലേസ്മെൻറ്റ് തിയോളജി എന്ന് പറയുന്നതായിട്ടുള്ള ഒരു വിഷയം വളരെയധികം അത് സഭയിൽ പഠിപ്പിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കാര്യമായിരിക്കുന്നു. എന്നാൽ വചനം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അങ്ങനെയല്ല. ചർച്ച് ഈസ് നെവർ എ റീപ്ലേസ്മെൻറ്റ് ഫോർ ഇസ്രായേൽ. ദൈവം അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും സന്തതികളായി വിളിച്ചിരിക്കുന്ന ആ ഒരു ജനം, സമൂഹം, യഹൂദന്മാർ, അവരെ ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം തൻ്റെ സ്വന്തം ജനമായി തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ആൻഡ് ദാറ്റ് ഈസ് ലൈക്ക് എ സൈൻ ഫോർ വാട്ട് ഗോഡ് വാണ്ടഡ് ടു ഡു ത്രൂ ദ ചർച്ച്. ദൈവം മുഖപക്ഷം ഉള്ളവൻ അല്ല എന്ന് നമുക്കറിയാം. ഒരു സമൂഹത്തിന് വേണ്ടി, ഒരു ജനത്തിനു വേണ്ടി മാത്രം തൻ്റെ രക്ഷയെ വെളിപ്പെടുത്തിയ ദൈവമല്ല. പുതിയ നിയമത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തുവിലൂടെ തന്നിൽ വിശ്വസിക്കുന്ന ആരെയും തൻ്റെ മക്കളാക്കി തീർക്കുവാൻ, തൻ്റെ സ്വന്തം ജനമാക്കി തീർക്കുവാനായിരുന്നു ദൈവത്തിൻ്റെ പദ്ധതി. അതിൻ്റെ ഒരു നിഴലാണ് നാം ഇസ്രായേലിൽ കണ്ടത് എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ദൈവം നൽകിയിരിക്കുന്ന സകല വാഗ്ദത്തങ്ങളും അവർക്ക് വേണ്ടി അത് നിവർത്തിക്കപ്പെടും. ഇങ്ങനെ ഒത്തിരിയും ആൾക്കാർ ചിന്തിക്കാറുണ്ട്, ഇസ്രായേൽ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. ദേ വെർ അൺഫെയ്ത്ത്ഫുൾ ടുവേർഡ്സ് ഗോഡ്. മശിഹായെ അവർ സ്വീകരിക്കാതെ പോയി. അതുകൊണ്ട് തന്നെ ദൈവം അവരോട് ചെയ്തിരിക്കുന്ന വാഗ്ദത്തത്തിന് ഇനിയും പ്രസക്തി ഇല്ല. അതെല്ലാം ഇന്ന് പുതിയ ഇസ്രായേലായിരിക്കുന്ന സഭയ്ക്കുള്ള വാഗ്ദത്തങ്ങളായിരിക്കുന്നു എന്നുള്ള വിധത്തിൽ ചിന്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർ ഇന്ന് ദൈവസഭയ്ക്കകത്ത് ഉണ്ട്. എന്നാൽ അങ്ങനെ ഒരിക്കലും നാം അതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ പാടില്ല. ഇസ്രായേലിന് ദൈവം കൊടുത്തിരിക്കുന്നതായിട്ടുള്ള വാഗ്ദത്തങ്ങൾ അത് അവർക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ദൈവത്തിൻ്റെ ജനമായിരിക്കുന്ന ആ കൂട്ടത്തിന് വേണ്ടി ദൈവം അത് പ്രാവർത്തികം ആക്കുക തന്നെ ചെയ്യും. സർവാധികാരിയായിരിക്കുന്ന ദൈവം തൻ്റെ ഇഷ്ടപ്രകാരം അബ്രഹാമിനെ വിളിച്ച് വേർതിരിച്ച് അതിലൂടെ ദൈവം തൻ്റെ സ്വന്തം ജനം എന്ന് വിളിച്ച് വേർതിരിച്ച ഒരു കൂട്ടരാണ് അവർ. ഇസ്രായേൽ അവിശ്വസ്തത കാണിച്ച് ദൈവത്തിൽ നിന്നും മാറിപ്പോയി എന്നുള്ളത് നമുക്കറിയാം. പ്രവാചകന്മാർ അതിനെക്കുറിച്ച് പ്രവചിക്കുവാനിടയായി തീർന്നു. പഴയ നിയമത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടെ മുഴുവനും നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ദേ നെവർ കെപ്റ്റ് ഇറ്റ് എ സീക്രട്ട്. ഒരുപാട് വചനങ്ങൾക്കകത്ത് നമുക്കത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. എങ്ങനെയാണ് ഇസ്രായേൽ തൻ്റെ ദൈവത്തെ മറന്ന് പോയി കളഞ്ഞത്. എന്നാൽ അതേ പ്രവാചകന്മാർ തന്നെ വളരെ വ്യക്തമായി പ്രവചിച്ചിട്ടുള്ളതായിട്ടുള്ള ഒരു കാര്യമാണ്, തൻ്റെ ജനത്തെ ദൈവം യഥാസ്ഥാനപ്പെടുത്തും.
യെരമ്യാവിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ നമുക്ക് അത് വായിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരുപാട് ദൈവവചനത്തിൻ്റെ ഭാഗങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ 36 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ അവിടെ പറയുന്നത്, Now therefore thus says the Lord God of Israel concerning this city of which you say, it is given into the hand of the king of Babylon by sword, by famine and by pestilence. അവര് ചിതറിക്കപ്പെടുന്നു. എന്നാൽ 37-ാം വാക്യത്തിൽ വായിക്കുന്നത്, Behold, I will gather them out of all the lands to which I have driven them in my anger, in my wrath and in great indignation, and I will bring them back to this place and make them dwell in safety. ഞാൻ എൻ്റെ കോപത്തിൽ അവരെ ചിതറിച്ച് കളഞ്ഞു എങ്കിലും ഞാൻ തന്നെ അവരെ മടക്കി കൊണ്ടുവരും. ഈ വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയും. 2 വിധത്തിൽ അവരെ യഥാസ്ഥാനപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് ദൈവവചനത്തിൽ നാം വായിക്കുന്നത്. 1, ദൈവം അവർക്ക് വാഗ്ദത്തമായി കൊടുത്തിരിക്കുന്ന ദേശത്തേക്ക് ദൈവം അവരെ കൊണ്ടുവരും. 2, അവരുടേതായിട്ടുള്ള ദൈവത്തിങ്കലേക്ക്, മശിഹായിലേക്ക് ഉള്ള അവരുടെ വിശ്വാസത്തിലേക്ക് ദൈവം അവരെ യഥാസ്ഥാനപ്പെടുത്തും എന്നുള്ള വാഗ്ദത്തമാണ് നാം കാണുന്നത്. 105-ാം സങ്കീർത്തനത്തിൽ വളരെ വ്യക്തതയോടുകൂടെ മറ്റൊരു കാര്യം നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ, അവൻ നമ്മുടെ ദൈവമായ യഹോവയാകുന്നു, അവൻ്റെ ന്യായവിധികൾ സർവ്വഭൂമിയിലും ഉണ്ട്. അവൻ തൻ്റെ നിയമത്തെ എന്നേക്കും താൻ കൽപ്പിച്ച വചനത്തെ 1000 തലമുറയോളം ഓർക്കുന്നു. അവൻ അബ്രഹാമിനോട് ചെയ്ത നിയമവും ഇസഹാക്കിനോട് ചെയ്ത സത്യവും തന്നെ. അതിനെ അവൻ യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ഒരു നിത്യ നിയമമായും നിയമിച്ചു. നിന്റെ അവകാശത്തിൻ്റെ ഓഹരിയായി ഞാൻ നിനക്ക് കനാൻ ദേശം തരും എന്ന് അരുളി ചെയ്തു. നിത്യ നിയമം, എവർലാസ്റ്റിംഗ് കവനൻ്റാണ് ദൈവം തൻ്റെ ആ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരിക്കുന്നത്. ദൈവം വാഗ്ദത്തം ചെയ്ത് കൊടുത്തിരിക്കുന്ന കനാൻ ദേശം അവർക്ക് കൊടുക്കും എന്നുള്ളത് ദൈവത്തിൻ്റെ നിത്യ നിയമത്തിൻ്റെ ഒരു ഭാഗമായിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ടല്ലോ. സ്തോത്രം. എന്നാൽ നാം കാണുന്നു ഈ ഒരു ചെറിയ ഒരു ദേശം, ദിസ് ടൈനി ലിറ്റിൽ പീസ് ഓഫ് ലാൻഡ്, അല്ലെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ നേഷൻ എപ്പോഴും വളരെയധികം പ്രതിസന്ധികൾക്കകത്തുനിന്ന് കടന്നു വരികയും കാലാകാലങ്ങളിൽ അവരെക്കുറിച്ചുള്ള വാർത്തകൾ ലോകരാജ്യങ്ങളെ തന്നെ ചിന്തിപ്പിക്കുകയും അവരെ ഒരു ആക്ഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നതായിട്ട് നാം കാണുന്നുണ്ടല്ലോ. പ്രൈസ് ഗോഡ്. അതിൻ്റെ ഒരു കാരണം മാത്രമേ ഉള്ളൂ, ഈ ദേശത്തെക്കുറിച്ച് ദൈവത്തിന് പദ്ധതികളുണ്ട്. അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ, അവരെ രക്ഷിച്ചെടുക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിഷ്ടമല്ലാതെ ദൈവത്തിൻ്റെ പദ്ധതികൾ നടപ്പിലാകരുത് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ദുഷ്ടശക്തികളും ഉണ്ട്. എന്നാൽ നമുക്കറിയാവുന്നതുപോലെ ദ പ്ലാൻസ് ആൻഡ് പർപ്പസസ് ഓഫ് അവർ ഗോഡ് വിൽ പ്രിവെയിൽ. ഹല്ലേലൂയ. അതുകൊണ്ട് സഭയായിരിക്കുന്ന നാം ജാതികളായിരുന്നു, നാം യഹൂദന്മാരല്ല. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നതിലൂടെ നാമും ഒരു യഹൂദന്മാരുടെ നിലവാരത്തിലേക്ക് നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം ദൈവം ഉയർത്തിയിരിക്കുകയാണ്. വീണ്ടും ജനിക്കുന്നതിലൂടെ ദൈവത്തിൻ്റെ ജനമായി തീരുവാനുള്ള അവകാശം ജാതികളായ നമ്മൾക്കും ലഭിച്ചിരിക്കുകയാണ്. പ്രൈസ് ഗോഡ്. യെരമ്യാവിൻ്റെ പുസ്തകം 31-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ഇസ്രായേലിന് വേണ്ടി നാം പ്രാർത്ഥിക്കണം. ഇസ്രായേലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നാം വിളിച്ച് പറയണം. 7-ാം വാക്യം പറയുന്നു, അതിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ് പറയുന്നത്, ഓ ലോർഡ്, സേവ് യുവർ പീപ്പിൾ ദ റെമനന്റ് ഓഫ് ഇസ്രായേൽ. ഒരു ചെറിയ റെമനന്റ്, ഒരു ശേഷിപ്പ് ഇസ്രായേലിൽ കാണും ദൈവമേ. നിങ്കലേക്ക് പൂർണ്ണ ഹൃദയത്തോടെ തിരിയുന്ന, യേശു ക്രിസ്തുവിനെ മശിഹായി സ്വീകരിക്കുന്ന ഒരു റെമനന്റ് ദൈവമേ, നീ അവിടെ കാത്തു സൂക്ഷിക്കും. ആ ദേശത്തെ അങ്ങ് രക്ഷിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വലിയൊരു ഉത്തരവാദിത്വം ഇന്ന് ദൈവസഭയുടെ മേലുണ്ട്. കാരണം അതായിരിക്കുന്നു ദൈവത്തിൻ്റെ പദ്ധതി എന്ന് വ്യക്തമായി വചനം രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം.
മാത്രമല്ല അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ജാതികളോട് നാം വിളിച്ചു പറയേണ്ടതായിട്ടുള്ള അല്ലെ പ്രൊക്ലെയിം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു കാര്യമുണ്ട്. ജാതികളെ, യഹോവയുടെ വചനം കേൾക്കുവിൻ, ദൂരദ്വീപുകളിൽ അതിനെ പ്രസ്താവിക്കുവിൻ. ഇസ്രായേലിനെ ചിതറിച്ചവൻ അവനെ കൂട്ടിച്ചേർത്തു. ഒരു ഇടയൻ തൻ്റെ കൂട്ടത്തെ കാക്കുന്നത് പോലെ അവനെ കാക്കും എന്ന് പറയുവിൻ. ഹിയർ ദ വേർഡ് ഓഫ് ദ ലോർഡ്, ഓ നേഷൻസ്, ആൻഡ് ഡിക്ലെയർ ഇൻ ദ കോസ്റ്റ്ലാൻഡ്സ് afar off, and say, he who scattered Israel will gather him and keep him as a shepherd keeps his flock. Hallelujah, praise God. റോമാലേഖനം 11-ാം അധ്യായം അതിൻ്റെ 26-ഉം 25-ഉം വചനങ്ങളിലാണ് നാം ദൈവം ഇസ്രായേലിനെ കുറിച്ചിട്ടിരിക്കുന്ന പദ്ധതിയെക്കുറിച്ച് അപ്പോസ്തോലനായ പൗലോസ് വളരെ വ്യക്തതയോടെ നടത്തുന്ന പ്രസ്താവന അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. For I do not want you, brethren, to be uninformed of this mystery, so that you will not be wise in your own estimation, that a partial hardening has happened to Israel until the fullness of the Gentiles has come in. Hallelujah. മത്തായി സുവിശേഷം 24-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് പോലെ ഈ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം പ്രസംഗിക്കപ്പെടും, അതിനുശേഷമായിരിക്കും അവസാനം ഉണ്ടാകുക. ജാതികളിലേക്ക് ഈ സുവിശേഷം ഭൂമിയുടെ അറ്റത്തോളം എത്തി അവർ ഈ രക്ഷയെ സ്വീകരിച്ച് കടന്നു വന്ന് കഴിയുമ്പോഴാണ് ഇസ്രായേലിൻ്റെ രക്ഷ ദൈവം നിയമിച്ച് ആക്കി വച്ചിരിക്കുന്നത്. 26-ാം വാക്യം പറയുന്നു, and so all Israel will be saved, just as it is written, the deliverer will come from Zion, he will remove ungodliness from Jacob. അതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവ് ഉണ്ടാകും. ഇങ്ങനെയാണ് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത്. പ്രൈസ് ഗോഡ്. അതുകൊണ്ട് ഇന്ന് വലിയ പ്രതിസന്ധികളിലൂടെയാണ് ഇസ്രായേൽ കടന്നു പോകുന്നത് എങ്കിലും ദൈവത്തിൻ്റെ വചനത്തിലേക്കും വാഗ്ദത്തങ്ങളിലേക്കും പ്രവചനങ്ങളിലേക്കും പൂർണ്ണ ഹൃദയത്തോടെ ദൈവജനം തൻ്റെ ഹൃദയത്തെ തിരിക്കുകയും നാം പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള സമയങ്ങളാണ്, പ്രവചിക്കേണ്ടതായിട്ടുള്ള സമയങ്ങളാണ്, ചിലതെല്ലാം വിളിച്ചു പറയേണ്ടതായിട്ടുള്ള സമയങ്ങളാണ്. ദ പർപ്പസസ് ഓഫ് ഗോഡ് വിൽ പ്രിവെയിൽ. ദൈവത്തിൻ്റെ പദ്ധതികളും ഉദ്ദേശങ്ങളും അത് നിവർത്തിക്കപ്പെടുക തന്നെ ചെയ്യും. പ്രൈസ് ദ ലോർഡ്.